പള്ളി ടൗണിലുള്ള ഈ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ, ഒരു റീൽസിൽ. ഇപ്പോൾ റീൽസിൽ ഒരു പരിമിതികളുണ്ട് സമയത്തിൻ്റെ എല്ലാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ വരുന്നത്. ആദ്യമേ നമ്മൾ പറയുന്നതാണ്, അതായത് നമ്മൾ സഹജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും തെരുവ് നായ്ക്കളെ തീറ്റിക്കുന്നതും തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്നതൊന്നും ഒരു തെറ്റല്ല. ആ സംരക്ഷിക്കുന്നതും നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതും മറ്റുള്ള പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ആ രീതിക്ക് നിങ്ങൾക്ക് എന്താക്കാം, എല്ലാ നായ്ക്കളെയും സംരക്ഷിക്കാം. അതിലൊന്നും യാതൊരു പ്രയാസവും ഇല്ല. എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഞാൻ നായിനെ വളർത്തുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് സ്നേഹം തന്നെയാണ്, ഈ സഹജീവികളോട് നമുക്ക് സ്നേഹങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം നിങ്ങൾ എന്താക്കാൻ, അതിനെ സംരക്ഷിക്കേണ്ടതാണ്. സഹജീവികളെ സംരക്ഷിക്കേണ്ടതാണ്. സഹജീവികൾക്കും ജീവിക്കേണ്ടതാണ്. നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമല്ല ജീവിക്കേണ്ടത്. പക്ഷേ ഈ നായ്ക്കൊക്കെ കൊടുക്കുന്ന പരിഗണനേൻ്റെ 10% നിങ്ങൾ എന്താക്കണം, ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് കൊടുക്കണം. ടൗണിനകത്ത് വൈകുന്നേരമായി കഴിഞ്ഞാൽ നല്ല തെരുവ് നായ്ക്കൾക്കൊക്കെ നല്ല സുലഭമായിട്ട് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. നല്ല എന്താ പറയുക, ആരെയും പേടിക്കാണ്ട് നായ്ക്കളിങ്ങനെ ടൗണിലിങ്ങനെ വിലസുക, എന്നിട്ട് ആളുകളെ പിന്നാലെ പായുക, കടിക്കുക, ഇതൊക്കെയാണ്. ഇതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറ്റക്കാർ, ചോദ്യം ചെയ്യുന്ന ആളുകൾ കുറ്റക്കാർ. ഇതിൻ്റെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഓല പേരിൽ കള്ളക്കേസ് കൊടുക്കുക, അങ്ങനത്തെ കുറേ വിഷയങ്ങളാണ് ഇപ്പോൾ വില്യാപ്പള്ളി ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് പഞ്ചായത്ത് നടപടി എടുക്കണം എന്നാണ് ആദ്യമായിട്ട് പറയേണ്ടത്. പഞ്ചായത്തിനെ കൊണ്ട് നടപടി എടുക്കാനാവില്ലെങ്കിൽ അതിൻ്റെ മേലെ പോലീസും കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിൽ നമുക്ക് എന്താക്കാൻ മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വന്നത്, നമ്മളിപ്പോൾ ഈ പൊതുസ്ഥലത്ത് അറിവ് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു രംഗങ്ങളാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്താക്കുക, ഒന്നിക്കെങ്കിൽ നമ്മളെ നമ്പർ കിട്ടുമെങ്കിൽ നമ്മളെ വിളിക്കുക, എന്നിട്ട് വേറെ ആളുകളെ കൊണ്ട് നമ്മളെ വിളിപ്പിക്കുക. അതായത് ഞാൻ ഇങ്ങനെ ഓർഗനൈസേഷൻ്റെ ആളാണ്, ഞാൻ ആ വലിയ നേതാവാണ്, സഹജീവികൾ ഭക്ഷണം കൊടുക്കുന്ന നിങ്ങൾക്ക് എന്നാ പരാതി, നിങ്ങളെ പേരിലൊരു കേസ് ആൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കെതിരെ നടപടിയായിട്ട് ആൾ വരുന്നുണ്ട് എന്നെല്ലാം മറ്റു ഭീഷണിപ്പെടുത്തുക. പിന്നെ നിങ്ങൾ പെണ്ണുങ്ങളെ ഫോട്ടോ എടുത്താൽ വീഡിയോ എടുത്താൽ മറ്റു ഭീഷണിപ്പെടുത്തുക, കള്ളക്കേസ് കൊടുക്കുക, അങ്ങനത്തെ എല്ലാം രീതിയാണ് ഇപ്പോൾ തുറന്നു വരുന്നത്. പല ആളുകളും ഈ ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ തെരുവുനായിൻ്റെ ശല്യം കൊണ്ടുള്ള പരാതിയായിട്ട് പല ആളുകളും വില്യാപ്പള്ളിയിൽ ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ഒരു നടപടി ഇതുവരെ ഉണ്ടാക്കില്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് ഇവരെ നടപടി എടുക്കാത്തത്? അതായത് ഒരു നാടിനെ സേവിക്കേണ്ട ഒരു വാർഡ് മെമ്പറാണ് ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇവർ ഓട്ടോറിക്ഷയിലും സ്കൂട്ടിയുമെല്ലാം ആയിട്ട് ബക്കറ്റിൽ നല്ലോണം കോയിൻ്റെ വേസ്റ്റിലൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ വരിക, ടൗണിൽ ഇങ്ങനെ പൊതുവഴികളിൽ ആളുകൾ കൂടി നിൽക്കുന്നിടത്ത്, ആളുകൾ നടന്നു പോകുന്നിടത്തെല്ലാം ഇങ്ങനെ ചാടിക്കൊടുക്കുക. എന്നിട്ട് ആടെല്ലാം വന്ന് നായ്ക്കൾ ആളുകളെ വയ്യന്നെ വായുക, കടിക്കുക. ഇതന്നെയാണ് സ്ഥിതി. പിന്നെ വലിയൊരു വിഷയം എന്ന് വെച്ചാൽ, കുറച്ച് കാലം മുന്നേ എൻ്റെ ഓട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. വില്യാപ്പള്ളിയിൽ നിന്നൊക്കെ ഞാൻ ഓട്ടോ ഓടിയൊരു സമയമുണ്ട്. അപ്പോൾ ഒരു 7 മണി 6:30 ആ സമയത്തൊക്കെ നമ്മൾ ഓട്ടോ കൊണ്ട് പോകുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഓട്ടോ കാണുമ്പം ഈ നായൊക്കെ തെരുവ് നായ്ക്കൾ എന്ത് ചെയ്യും, ഒന്ന് എണീച്ച് നിൽക്കും. കാരണം ഓട്ടോയിലാണല്ലോ ഇവർ വേസ്റ്റ് കൊണ്ടിരുന്നത്. അപ്പോൾ എണീച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവർ ഓട്ടോൻ്റെ നമ്മൾ ടേണിംഗ് ഒക്കെ എത്തിയിട്ട് വണ്ടി ടേണിങ്ങിൽ നിന്ന് വളക്കാൻ നോക്കുമ്പോൾ നായി നേരെ നമ്മളെ വണ്ടിയിലേക്ക് കയറാനാണ് നോക്കുന്നത്. കാരണം അത് വിചാരിക്കുന്നത് എന്താ, ഓട്ടോയിലാണ് വരുന്നത്, നായ്ക്കൊക്കെ ഇപ്പം വണ്ടി നമ്പർ നോട്ട് ചെയ്ത് വെക്കാനാവില്ലല്ലോ, ഇന്നേ വണ്ടി വരുമ്പോൾ മാത്രം നായ്ക്കൾ പോകുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വണ്ടിയിലേക്ക് കയറുക, അത് യാത്രക്കാർക്കും വണ്ടി ഓടിക്കുന്ന രീതിയിൽ ഉമ്മക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പറയാനുള്ളത്, ഈ മാസം ആഗസ്റ്റ് മാസത്തിൽ തന്നെ ഒരു ആഗസ്റ്റ് 5-6 തോന്നുന്നുണ്ട്, വില്യാപ്പള്ളി ടൗണിൽ ഒരു ഓട്ടോ ഡ്രൈവറെ പട്ടാപ്പകൽ രാവിലെ തന്നെ ഒരു തെരുവുനായി കടിച്ച്. ഇതെല്ലാം തിന്ന ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സംഭവം. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു പെൺകുട്ടീൻ്റെ പയ്യനെ നായി കടിച്ച്, കാലിന് കടിച്ച്. പിന്നെ ഈ കടിച്ച മാത്രമല്ല വിഷയം, കടിക്കുന്നതിന് പുറമെ കാൽനട യാത്രക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈറ്റുകൾ ഇങ്ങനെ നായ്ക്കൾ വയ്യന്നെ പായുക, ആളുകളെ ബുദ്ധിമുട്ടിക്കുക. ഇത് തന്നെയാണ് വിഷയം. ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരും. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഉള്ളത്. പിന്നെ ഈ വേലി തന്നെ വിളവ് തിന്നുക പറയുന്നതിലോട്ട് വാർഡ് മെമ്പറായിട്ടുള്ള ഒരാളാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഓർക്കെതിരായിട്ട് നടപടി എടുക്കുവാൻ പഞ്ചായത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിൽ ഇനി പരാതി കിട്ടായിട്ടാണ് എന്ന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഈ പരാതിയായിട്ട് നമ്മൾ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇതങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അപ്പോൾ പരാതി എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനെതിരെ പ്രതികരണ എന്താ പറയുക, ഒരുപാട് ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. വില്യാപ്പള്ളി ടൗണിലും പരിസരത്തുമൊക്കെ ഒരുപാട് പോസ്റ്റർ പ്രചരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്കൊക്കെ ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഷുവറാണ്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് നമ്മളൊരു പരാതി കൊടുക്കുന്നുണ്ട്. പഞ്ചായത്ത് എന്ത് നടപടിയാണ് എടുക്കുന്നത് നമ്മൾ നോക്കട്ടെ. നിയമപരമായിട്ട് നമ്മൾ നോക്കിയപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്ത് രാജ് ആക്ട് 219N പ്രകാരം എന്തായാലും ഇവർക്കെതിരെ നടപടി എടുക്കാം. പിന്നെ പൊതുസ്ഥലത്ത് അറിവ് മാലിന്യങ്ങൾ തള്ളുന്നതിനെതിരെ ഇവർക്കെതിരെ നടപടി എടുത്ത് പോകാം. പഞ്ചായത്തിന് എന്തായാലും നടപടി എടുക്കാം. എന്നിട്ടും നടപടി എടുക്കില്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ മറ്റ് മേൽഘടകങ്ങളിലൊക്കെ നമുക്ക് എന്താക്കാം, പരാതിയായിട്ട് പോകാം. അത് വേറെ കാര്യം. ഇവരിപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇവരിപ്പോൾ മാലിന്യങ്ങൾ തള്ളുന്നൊരു വീഡിയോ നമ്മൾ എടുത്തെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കെതിരായിട്ട് കേസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ വിളിക്കുക, ഫോൺ വിളിച്ചിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുക. നിങ്ങളിങ്ങനെ ഒരു പെണ്ണിൻ്റെ വീഡിയോ എടുക്കുക, പെണ്ണിൻ്റെ ഫോട്ടോ എടുക്കുക,
നിങ്ങൾക്കെതിരെ കേസുമായിട്ട് ഞാൻ പോകുന്നുണ്ട്, എനിക്ക് അറിയേറ്റല്ല, അങ്ങനെ ഇങ്ങനെ അതിനെ മുന്നേ പേടിപ്പിക്കുക. പിന്നെ ഒരുപാട് ആളെ പേരിൽ ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ നിങ്ങളൊരു പെണ്ണാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളങ്ങ് കേസ് കൊടുത്ത് കള്ളക്കേസിൽ അകത്തിടാം എന്നുള്ള ചിന്താഗതിയൊന്നും വേണ്ട. അത് ഇതായിട്ടാലത്തെ അറബ് രാജ്യങ്ങളൊന്നുമല്ലല്ലോ, ഇന്ത്യയല്ലേ, ജനാധിപത്യ രാജ്യമല്ലേ, ജനാധിപത്യത്തിന് ഒരു വാല്യൂ ഇല്ലേ ഇന്ത്യയിൽ. അപ്പോൾ നമ്മളെ തൂക്കിക്കൊല്ലാനൊന്നും ആവില്ലല്ലോ എന്തായാലും. അയറ്റാലത്തെ പേടിയൊന്നും നമുക്ക് എന്തായാലും ഇല്ല എന്തായാലും. പിന്നെ നിങ്ങൾ ഈ പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ തള്ളുന്നതിനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ആൾ പോകുമ്പോൾ നിങ്ങളിങ്ങനെ വേസ്റ്റ് ചാടുന്ന നമ്മൾ കാണുന്നുണ്ട്, വേസ്റ്റ് ചാടുന്ന നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അത്ര ഇവർ ഈ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് പൊതുസ്ഥലത്ത്, അതായത് ആളുകൾ നടന്നു പോകുന്നിടത്ത്, ആളുകൾ കൂട്ടം കൂടി ഇരിക്കുന്നിടത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഇറച്ചീൻ്റെ കോഴിൻ്റെ കാല്, കോഴിക്കുടൽ, അപ്പോൾ അറവ് മാലിന്യം തന്നെ, കോഴി വേസ്റ്റുകൾ ഇങ്ങനെ കൊണ്ടുപോയി ചാടി കൊടുക്കുക, നായ്ക്കളെ ഇങ്ങനെ തീറ്റിക്കുക, കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ മൃഗസ്നേഹികളായിട്ടുള്ള കുറേ ആളുകൾ പറയും, എടോ ഓള് സ്ഥിരമായിട്ട് ഈ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ പൊതുജനങ്ങൾ ആരെയും ആക്രമിക്കാത്തത്. ആര് പറഞ്ഞ്? ഇവിടെ പൊതുജനങ്ങളെ വഴി തന്നെ ഈ നായ്ക്കളെല്ലാം പായുന്നുണ്ട്, കടിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ ഇവർ ഇത് കൊടുക്കാണ്ടെന്ന് കഴിഞ്ഞാൽ കടിക്കൂലേ നിങ്ങൾ ചോദിക്കും. സ്വാഭാവികമായിട്ടും കടിക്കും. ഇവർക്ക് ഒരു പനിച്ചിട്ട് ഒരു 2-3 ദിവസം ഇവർക്ക് പുരയിൽ നിറങ്ങാനായില്ല, ഇതാരെയും കൊടുക്കുക ഈ നായ്ക്ക് തീറ്റി? ഇവർ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അഥവാ കൊടുത്തിട്ടില്ലെങ്കിൽ ആളുകളെ കടിക്കൂലേ? അതിന് ശാശ്വതമായിട്ടുള്ളൊരു കാര്യം വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് കോടതി വിധി പോലുള്ളത്, പൊതുസ്ഥലങ്ങളിൽ തെരുവ് നായ്ക്കളക്ക് ഭക്ഷണം കൊടുക്കരുത്, പൊതുസ്ഥലങ്ങൾക്ക് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കരുത്, സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഈറ്റകൾ ഭക്ഷണം കൊടുക്കുമോ തീറ്റിക്കോ നിങ്ങൾ വളർത്തുമോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവരൊരു മെമ്പർ കൂടിയാണല്ലോ. ഇവരെന്താക്കുക, ഇവർ പഞ്ചായത്തിൻ്റെ കൂടി പെർമിഷനിലൊക്കെ എടുത്തിട്ട് ഈ തെരുവ് നായ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയും സ്നേഹമുള്ള ആളുകളല്ലേ, കുറച്ച് അത്ര സ്നേഹമുള്ള ആളുകൾ, നിങ്ങൾ ഈ വിളിപ്പിക്കുന്ന കുറേ ആളുകളില്ലേ മൃഗസ്നേഹികൾ, ഓലെയും കൂടി കൂട്ടുക. എൻ്റെ പഞ്ചായത്തിന് ഫണ്ട് വെക്കണമെങ്കിൽ ഫണ്ട് വെപ്പിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ഷെയർ ആയിട്ട് എന്താക്കുക, ഒരു സ്ഥലം വാങ്ങിയിട്ട് ആടെ തെരുവ് നായ്ക്കളെ പോറ്റുവാനായിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് ഈ തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കുവോ, തീറ്റിക്കുവോ, കൊല്ലുവോ, വളർത്തുവോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. അതാകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. കാരണം നിങ്ങൾക്ക് നാട് കായാൻ എണ്ണി അടിച്ചിട്ട് പോകണ്ടല്ലോ, വണ്ടിക്ക് പൈസയും കൊടുത്തിട്ടൊന്നും തെരുവ് നായ്ക്കളെ തീറ്റിക്കാൻ പോകണ്ടല്ലോ. ഒരുത്തേലേക്ക് നിങ്ങൾ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ട് കൊടുക്കുക. അതാകുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ല, ഞാക്കും ബുദ്ധിമുട്ടില്ല, നായ്ക്കും ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ഈ മൃഗസ്നേഹികളോട് പറയാനുള്ളത്, നിങ്ങൾ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണനേൻ്റെ 10-1 എന്താക്കുക, ജനങ്ങൾക്ക് കൊടുക്കുക, പൊതുജനങ്ങൾക്ക്. പൊതുജനങ്ങളും ആണല്ലോ ഈ നാട്ടിൽ, നായ്ക്കൾ മാത്രം പോരാലോ. നമ്മൾ ഈ വീഡിയോൻ്റെ അകത്ത് നമ്മൾ എന്താക്കുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ഭീഷണിൻ്റെ ഓഡിയോ ക്ലിപ്പും അതുപോലെ തന്നെ പിന്നെ വീഡിയോ എടുത്തിട്ട് ഇവരിങ്ങനെ തീറ്റിക്കുന്നതും വേസ്റ്റ് ഇങ്ങനെ ചാടുന്നതും ഒക്കെ വീഡിയോസൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഒരു 9:30 അങ്ങനെ കൊളത്തൂർ റോഡിൽ വന്നിട്ട് അവൻ്റെ പയ്യനെ, അവനാ വലിയ കുറച്ച് ആൾക്കാർ തുള്ളിക്കുന്നതായി പിള്ളേരെല്ലാം. ഞാൻ നായ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ കുറച്ച് കാലമായി, 5-6 കൊല്ലം, ഇതുവരെ ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ ഇടുന്ന പൊട്ടിയ മോൾസ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓനും ഒരു 2-3 പിള്ളേർ വന്നിട്ട് ഇപ്പം എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഫോട്ടോ എന്ന് വെച്ചു അവനോട് പറഞ്ഞേക്കഞ്ഞ് നാളെ ആണെങ്കിൽ മറ്റേ സ്റ്റുഡിയോ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വലിയ ഫ്ലെക്സോ എന്താ മാണേ തരാമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞേക്കുന്നില്ല, ഇനി അവൻ്റെ നമ്പറാണ് കിട്ടുന്നേക്ക്. എൻ്റെ മോൻ്റെ പേരിന് സായന്തോ സംഗീത ഓയ. പിന്നെ ഇപ്പോൾ ഒരു 8:30-9 മണിക്ക് അങ്ങനെ കൊളത്തൂർ റോഡിൽ വന്നിട്ട് എൻ്റെ ഫോട്ടോ പിടിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കിയത്, അവൻ എന്തിനാ എൻ്റെ ഫോട്ടോ ഒന്ന് അനുവാദം ഇല്ലാണ്ട് ഒരു പെണ്ണുങ്ങളെ എൻ്റെ ഫോട്ടോ ഇപ്പം എൻ്റെ മുമ്പെന്ന് പിടിച്ചാൽ അത് കേസ് വേറിയാ. ഞാൻ പിന്നെ കേസ് കൊടുത്താൽ നിങ്ങൾ കാര്യം ഇങ്ങനെ കാര്യം ചെയ്യേണ്ടി വരും. അതിനൊന്നും മെനക്കെടും കയ്യല്ല, എന്നെ മെനക്കെടുത്തണ്ടെന്ന് പറഞ്ഞേക്ക്. ഞാനങ്ങ് പറഞ്ഞാൽ മതി അവനോട്. കണ്ട പെണ്ണുങ്ങളെ പയ്യനെ ഓടിച്ചിട്ട് ഫോട്ടോ എടുക്കണം, ഫോട്ടോ വേണം എന്നോട് പറഞ്ഞാൽ ഞാൻ തരാമെന്നല്ല സ്റ്റുഡിയോ ഒന്ന്. പിന്നെയെന്ന് വെച്ചാൽ ഇവരെ വിചാരോ ഫോട്ടോ എടുത്താൽ സുനിതേനെ ജയിലിൽ പിടിക്കുകയോ സുനിതേനെ പിന്നെ എന്തോ ചെയ്യാന്നുള്ളൊരു വിചാരമുണ്ട് ഇവർക്ക്. അതൊരുണ്ടേ നടക്കൂല എന്ന് പറഞ്ഞേക്ക് ഓനോട് എന്ന് പറഞ്ഞേക്ക്. ഓനെ തുള്ളിച്ചാരാൻ ചോലോട് പറഞ്ഞേക്ക്. ഫോട്ടോ അല്ല, ഫോട്ടോത്തിൻ്റെ മേലെ ഫോട്ടോ പിടിച്ചാലും ഒരു ഉണ്ടേ സുനിതേനെ ജയിലിൽ പിടിപ്പിക്കാനാ എന്താക്കാനാ ഇവരെ വിചാരോ. നിങ്ങൾക്ക് കോടതിൻ്റെ ഉത്തരവും നിയമമൊന്നും അറിഞ്ഞുകൂടാണ്ട് കളിക്കുന്നതാ ഇവരല്ലോ. അത് അറിഞ്ഞുകൂടാത്തോല് അറിയുന്നാലോട് ചോദിച്ച് മനസ്സിലാക്കി പറയുകയാണെങ്കിൽ എന്തെന്നാ പിന്നെ ഈ തെരുവ് നായിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഒന്ന് കുറേ പഠിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം പഠിച്ചിട്ട് നിയമം പഠിച്ചിട്ടാണ് ഇത് കൊടുക്കാൻ നിൽക്കുന്നത്. ഒരു പഞ്ചായത്ത് സെക്രട്ടറിയോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഒരു പോലീസുകാർക്ക് വരെ ഒരു കേസ് എടുക്കാൻ പറ്റില്ല. എന്ത് നായ്ക്ക് ഭക്ഷണം കൊടുത്താൽ വെറുതെ മെനക്കെടണ്ടെന്ന് പറഞ്ഞേക്കോനോട്.
ആൾക്കാർ പോകാൻ സാക്ഷ്യങ്ങൾ എവിടെയും കൊണ്ടുവിട്ടോ. ഫോട്ടോ എടുക്കുന്നേ അതിനെ ഓടിച്ചിട്ട് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ അടുത്ത് പിന്നെ ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്നല്ല. എൻ്റെ വീട്ടുകാർക്ക് കിട്ടുന്ന അതിൻ്റെ കടി കിട്ടിയില്ല, എൻ്റെ വീട്ടുകാർ വയ്യുന്ന ഓടിക്കൂല. പക്ഷേ എൻ്റെ നാട്ടുകാരെ വയ്യനെയും എനിക്കറിയുന്ന പല ആളുകളുടെയും വയ്യനെ ഓടുകയും ചെയ്ത് കടിക്കുകയും ചെയ്ത്. അപ്പോൾ ഈ നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മുന്നോട്ട് വന്നത്. നാടിനെയും നാട്ടുകാരെയും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടല്ല എന്താക്കേണ്ടത്, നിങ്ങൾ മറ്റുള്ള നായ്ക്കളെ തിരിക്കേണ്ടത്. നായ്ക്ക് കൊടുക്കുന്ന പരിഗണനൻ്റെ 100% ഒരു 1% നിങ്ങൾ മനുഷ്യന്മാർക്കും കൊടുക്കുക. എന്നാലും നിങ്ങൾക്ക് തിരിയും. ഓക്കെ, അത്രയേ ഉള്ളൂ.